ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو أعجب كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുർആനിൽ ആവർത്തിച്ച് വന്നൊരു പദമാണ് ത്വയ്യിബ്. നല്ലത്, വിശിഷ്ടമായത് എന്നെല്ലാമാണ് ഈ പദത്തിൻ്റെ അർത്ഥം. പരലോകത്ത് വിജയിക്കുവാൻ അനിവാര്യമായ പദം കൂടിയാണിത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസവും പ്രവർത്തനങ്ങളുമെല്ലാം ത്വയ്യിബ് അനുസരിച്ചായിരിക്കണം. നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളായ നമ്മൾ അതില്ലാതെയായി പോകാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് തേടിക്കൊണ്ടിരിക്കണം, നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രങ്ങൾ നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ മനസ്സിൽ കിടന്ന് നുരുമ്പിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പുതുക്കി കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഉണ്ടായിരിക്കണം. നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാകുന്ന ഏറ്റവും ഉത്തമമായത് എന്ന്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാകുന്ന ഏറ്റവും ഉത്തമമായത് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയുള്ളവരാണ്? നല്ല വിശ്വാസികളാവണം. എന്തെങ്കിലും കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കണം. എങ്ങനെയുള്ളവനാണ് അള്ളാഹു? സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും കരയെയും കടലിനെയും പക്ഷികളെയും മൃഗങ്ങളെയും സർവ്വതിനെയും സൃഷ്ടിച്ച സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിലേക്കായിരിക്കണം നമ്മൾ മടക്കേണ്ടത്. ആ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ എങ്ങനെയുള്ളവനാണ്? ഹുവൽ അവ്വലു, അവൻ ആദിമനാണ്. വൽ ആഖിറു, അവൻ അന്തിമനാണ്. വൽ ളാഹിറു, അവൻ പ്രത്യക്ഷനാണ്. വൽ ബാത്തിനു, അവൻ പരോക്ഷനാണ്. വഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ് അവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് പലർക്കും ഒരു ധാരണയുണ്ട്, തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. പോരാ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം നമ്മൾ മതപ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പ്രസംഗിക്കാൻ സാധിക്കുന്നവർ പ്രസംഗിക്കണം, ലേഖനങ്ങൾ എഴുതാൻ സാധിക്കുന്നവർ ലേഖനങ്ങൾ എഴുതണം. സംഘടനാ പ്രവർത്തനത്തിലൂടെയാണോ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എങ്കിൽ
ആ മാർഗം നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ പലർക്കും ഇന്നൊരു ധാരണ ഉണ്ട്, എന്ത് തെറ്റായ ധാരണ. മതപ്രബോധനം എന്നുള്ള അറബി കോളേജിൽ പഠിച്ചവർക്കും മൗലവിമാർക്കും മാത്രമുള്ളൊരു കടമയാണെന്നുള്ള ധാരണ പലർക്കുമുണ്ട്. എന്നാൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ഭാര്യയ്ക്കും ഭർത്താവിനും നാട്ടുകാർക്കും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കൽ ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ തൗഹീദ് അനുസരിച്ച് ജീവിക്കും, തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ നമ്മെ മരിപ്പിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകളായിരിക്കും പറഞ്ഞു വിടുക. അതിന് നമ്മൾ എങ്ങനെയുള്ളവരാകണം? ഇന്നൽ ലദീന ഖാലു റബ്ബുനല്ലാഹ്, യാതൊരു കൂട്ടരുണ്ടല്ലോ അവർ പറഞ്ഞു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്നവർ പറയുകയും സുമ്മസ്തഖാമു, പിന്നെ അവർ നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. വാബുശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദുൻ, ആ വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകളെ അള്ളാഹു സജ്ജനങ്ങളുടെ മേൽ ഇറക്കി വിടുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നല്ല വിശ്വാസത്തിന്റെ ഉടമകളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊന്നാണ് നല്ല പ്രവർത്തനങ്ങൾ. ഇന്ന് ധാരാളം നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രമാത്രം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നന്മയായ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനം മുതൽ പാവപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും ബന്ധുക്കളെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഏറ്റവും ചെറിയ നന്മയായ റോഡിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നവർ വരെ ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നൊരവസ്ഥയുണ്ടായാൽ എത്രമാത്രം ദുഃഖകരമായ കഷ്ടകരമായ അവസ്ഥയായിരിക്കും ആ സന്ദർഭത്തിൽ നമുക്ക് അനുഭവപ്പെടേണ്ടി വരിക എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മനസ്സുകളോടൊന്ന് ചോദിച്ചു നോക്കുക. ഉദാഹരണമായിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ദുനിയാവിലൊരു തൊഴിലാളി രാവിലെ മുതൽ വൈകുന്നേരം വരെ ധാരാളം ജോലി ചെയ്ത് ധാരാളം അധ്വാനിച്ചു, പക്ഷേ ധാരാളം വിയർപ്പിക്കും. പക്ഷെ മുതലാളിയുടെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചില്ല എന്ന് കാരണം ആ ജോലി ചെയ്ത വ്യക്തിക്ക് വൈകുന്നേരമായപ്പോൾ അതിനുള്ള കൂലി ലഭിക്കുന്നില്ല, വേതനം ലഭിക്കുന്നില്ല. അപ്പോൾ ജോലി ചെയ്ത വ്യക്തിക്ക് എത്രമാത്രം ദുഃഖകരമായ കഷ്ടകരമായ അവസ്ഥയായിരിക്കും ആ സന്ദർഭത്തിൽ അനുഭവപ്പെടേണ്ടി വരിക എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മനസ്സുകളോടൊന്ന് ചോദിച്ചു നോക്കുക. എങ്കിലും ആ ജോലി ചെയ്ത വ്യക്തിക്ക് ഈ ദുനിയാവിലുള്ള കാര്യം എന്നോണം മധ്യസ്ഥന്മാരുടെ അടുക്കലേക്ക് പോവാം, കോടതിയിലേക്ക് പോവാം, മറ്റുള്ള നിയമങ്ങളും മാർഗങ്ങളും എല്ലാം അന്വേഷിക്കണം. പക്ഷേ അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്തൊരു നാൾ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്, യൗമലാ തംലികു നഫ്സൻ ലിനഫ്സിൻ ഷൈഅൻ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും ഉടമപ്പെടുത്താൻ സാധിക്കാത്ത ദിവസം. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്നേ ദിവസത്തെ കൈകാര്യകർത്തൃത്വം അള്ളാഹുവിന് തന്നെയായിരിക്കും, എക്കാലത്തും അള്ളാഹുവിന് തന്നെ. എങ്കിലും ഈ ദുനിയാവിൽ നമുക്ക് എന്തുണ്ട്? ഇച്ഛാ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ സത്യത്തിൻ്റെ സൽപാന്താവിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതല്ല നമ്മൾ ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് അധർമ്മവും അക്രമവും വേണ്ടാത്ത പ്രവർത്തനങ്ങളുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ അന്ന് എല്ലാം നഷ്ടപ്പെട്ട ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തിൻ്റെ ഭയാനകതയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ടോടിപ്പോകുന്നൊരു ദിവസം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. നഫ്സി നഫ്സി, എൻ്റെ ദേഹമേ എൻ്റെ ദേഹമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ച് ഓടിപ്പോകുന്ന ഒരു ദിവസം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു. അല്ലാഹു പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം. ഉമ്മിഹി വ അബീഹി, തൻ്റെ ഉമ്മയും ബാപ്പയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. വസാഹിബതി വ ബനീഹി, തൻ്റെ ഭാര്യയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി, അന്ന് എല്ലാ ഓരോ മനുഷ്യനും അവന് മതിയാവോളമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. മാതാപിതാക്കൾക്ക് മക്കളെ സഹായിക്കുവാനോ, മക്കൾക്ക് മാതാപിതാക്കളെ സഹായിക്കുവാനോ, ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കുവാനോ, ഭർത്താവിന് ഭാര്യയെ സഹായിക്കുവാനോ സാധിക്കാത്ത ദിവസം നമുക്ക് കൂട്ടിനായിട്ടുണ്ടാവുക എന്താണ്? നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദക്ക, അങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ട്, അതാണ് കൂട്ടിനായിട്ടുണ്ടാവുക. ആരും കൂട്ടിനില്ലാത്ത ദിവസം ആ സൽക്കർമ്മങ്ങൾ നമുക്ക് കൂട്ടിനായിട്ടുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ആ കർമ്മങ്ങളിൽ നമ്മൾ ചില നിയമങ്ങളും നിബന്ധനകളും പാലിക്കണം. അതിനുള്ള ഒന്നാമത്തെ നിബന്ധനയാണ് ഈമാൻ ഉണ്ടായിരിക്കണം. അതായത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തെ ഇഖ്ലാസ്,
ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഇത്തിബാ, പ്രവാചകന്റെ മാർഗ്ഗം നമ്മൾ പിൻപറ്റണം. സഹോദരങ്ങളെ, നമുക്ക് ഒന്നാമത്തെ ഈമാനെ കുറിച്ച് മനസ്സിലാക്കാം. ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്? കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെയുള്ള സകല വസ്തുക്കളെയും ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും അവയോട് സഹായം തേടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇങ്ങനെയുള്ളവർക്കല്ല അല്ലാഹു സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയുള്ളവർക്ക്? ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്കാകുന്ന താഴ്ഭാഗത്തു കൂടി അരുവികളിൽ നിന്ന് സ്വർഗ്ഗത്തോപ്പുകൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ദാലിക്കൽ ഫൗസുൽ കബീർ, അതാകുന്ന ഏറ്റവും വലിയ വിജയിച്ച മാർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കരിൻ വ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും ശരി, വഹുവ മുഅ്മിനൻ, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ഫൗലൈക യദ്ഖുലൂനൽ ജന്ന, അത്തരം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. വലാ യുദ്ലമൂന നഖൈറ, അവരോട് അല്ലാഹു ഒരു തരിമ്പും അനീതി പ്രവർത്തിക്കുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ആ മുസ്ലിങ്ങളായ ആളുകളുടെ ഇടയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. അവരുടെ കൂട്ടത്തിലും ഉണ്ടാകും പാവങ്ങളെ സഹായിക്കുന്നവരും അനാഥകളെയും അഗതികളെയും ബന്ധുക്കളെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും അതുപോലെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടാകും. മറ്റുള്ളവർ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെടുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അകറ്റി കൊടുക്കുന്ന ആളുകൾ അമുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും. എന്നാൽ അവിശ്വാസികളുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലം അല്ലാഹു ഖുർആനിലെ ഒരു ഉപമയിലൂടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. മസലുൽ ലദീന കഫറു ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ, അല്ലാഹുവിനെ നിഷേധിച്ച ആളുകളുടെ പ്രവർത്തനത്തെ അല്ലാഹു ഉപമിച്ചത് കറമാദിൻ, വെണ്ണീർ പോലെയാകുന്ന അവരുടെ പ്രവർത്തനങ്ങൾ. ഇസ്തദത് ബിഹി അർരിഹ് ഫി യൗമിൻ ആസിഫിൻ, കനത്ത കൊടുങ്കാറ്റുള്ള ദിവസം ആ കനത്ത കൊടുങ്കാറ്റിൽ പാറിപ്പോയ വെണ്ണീർ പോലെയാകുന്ന അവരുടെ പ്രവർത്തനങ്ങൾ. എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കാതിരിക്കുവാനുള്ള കാരണം? ഉലൈകല്ലദീന കഫറു, കുട്ടരായുള്ള അവിശ്വാസികളാണ്. വ്യായാത്തിൽ റബ്ബി, അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവർ തള്ളിക്കളഞ്ഞു, ലിഖാഇ, അവനെ കണ്ടുമുട്ടുന്നതിനെയും. അതുകൊണ്ട് ഫഅബിതത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞുപോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിലെ ദിവസം ഇത്തരം ആളുകൾക്ക് നാം യാതൊരുവിധ സ്ഥാനവും നിലനിർത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കി നല്ല വിശ്വാസത്തോടൊപ്പം നല്ല പ്രവർത്തനങ്ങളായി അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധനയായി ഈമാൻ ഉണ്ടായിരിക്കണമെന്ന്. ഇനി രണ്ടാമത്തെ നിബന്ധനയാണ് ഇഖ്ലാസ്. നമ്മൾ നമസ്കരിക്കുകയാണെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിലും സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം? ഞാൻ ഈ പ്രവർത്തിക്കുന്നതിന് അല്ലാഹു എനിക്ക് പരലോകത്തിലെ ഏറ്റവും വലിയ പദവിയായ, സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിട്ടാണ് നമുക്കുണ്ടാകേണ്ടത്. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്. അവർ പറയും, ഇന്നമാനുതീമുക്കും ലിവജ്ഹില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്ര, മറിച്ച് നിങ്ങളിൽ നിന്ന് നന്ദി വാക്കോ പ്രതിഫലമോ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആത്മാർത്ഥതയുള്ളതാകുവാനുള്ള കാരണം? ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ, അമ്പജ്ജലിച്ചു പോകുന്നതും ദുസ്സഹവുമായ ദിവസത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഭയപ്പെട്ടതുകൊണ്ടാണ്. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ചില ധനികരായ ആളുകളുടെ ഇടയിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ചിലർ പറയും, ധനികരായ ആളുകൾ പാവങ്ങളോട് പറയും, എൻ്റെ സക്കാത്തിൻ്റെയും സദക്കയുടെയും പണം കൊണ്ടല്ലേ നീ വീട് നിർമ്മിച്ചത്, അതല്ലെങ്കിൽ എൻ്റെ സക്കാത്തിൻ്റെയും സദക്കയുടെയും പണം കൊണ്ടല്ലേ നീ കച്ചവടം തുടങ്ങി ജീവിച്ചു പോരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സക്കാത്ത് കൊടുത്തും സദക്ക കൊടുത്തും ഒക്കെ എടുത്തു പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആത്മാർത്ഥതയുള്ളവർ എങ്ങനെയുള്ളവരായിരിക്കും? അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അവർ അവരുടെ ധനം അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അവർ ചിലവഴിക്കുന്നു. സുമ്മ ലാ യത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദൻ, എന്നിട്ട് ചെലവ് ചെയ്തതിനെക്കുറിച്ച് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ഒന്നും അവർ ചെയ്യുകയില്ല. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കാകുന്ന അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ആത്മാർത്ഥതയില്ലാത്ത, ഭയഭക്തിയില്ലാത്ത പ്രവർത്തനങ്ങളെ അല്ലാഹു എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നമസ്കാരക്കാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതൊക്കെ നമസ്കാരക്കാർക്ക് നാശം. അത് വിചാരിച്ച് നമ്മൾ നമസ്കാരം നിർത്തല്ല വേണ്ടത്. ഇവിടെ എങ്ങനെയുള്ള നമസ്കാരക്കാരെ കുറിച്ചാണ് പറഞ്ഞത്? അവർ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നല്ല വിശ്വാസത്തോടൊപ്പം നല്ല പ്രവർത്തനങ്ങളായി അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ
ഈമാനും ഇഖ്ലാസും ഉണ്ടായിരിക്കണമെന്ന്. ഇനി മൂന്നാമത്തെ നിബന്ധനയാണ് ഇത്തിബാ. അതായത് നമ്മൾ പ്രവാചകൻ്റെ മാതൃക പിൻപറ്റണം. ഇന്ന് പലരും മാതൃകയാക്കാറുള്ളത് ആരെയാണ്? സിനിമാ നടന്മാരെയോ അതല്ലെങ്കിൽ സിനിമാ നടിമാരെയോ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളെ, ക്രിക്കറ്റ് താരങ്ങളൊക്കെയാണ് മാതൃകയാക്കേണ്ടത്. എന്നാൽ നമ്മൾ മാതൃകയാക്കേണ്ടത് അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകിയിട്ട് അത് നിങ്ങൾ എടുക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളെ തൊട്ട് എന്താണോ വെടിഞ്ഞിട്ടുള്ളത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ കൃപയും അള്ളാഹുവിൻ്റെ പ്രതിഫലമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ എന്ത് വേണം? പ്രവാചകൻ്റെ മാതൃക പിൻപറ്റണം. ആ പ്രവാചകൻ്റെ മാതൃക പിൻപറ്റുന്നതോടുകൂടി മാത്രമേ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക. ആരെ? പ്രവാചകനെ പിൻപറ്റുക. ആ പ്രവാചകനെ പിൻപറ്റുന്നതോടുകൂടി എന്താണ്? യഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് ഒഴിക്കുന്നു. അപ്പോൾ അള്ളാഹു അവൻ്റെ റസൂലെ പഠിപ്പിക്കാത്ത കാര്യം മതത്തിൽ നല്ലതാണല്ലോ പുണ്യമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടത്തിക്കൂട്ടിയാൽ അത് ബിദ്അത്താകും. ബിദ്അത്ത് ചെന്നെത്തുന്നത് ദലാലത്തിലേക്കാണ്, ദലാലത്ത് ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ് എന്ന് സാധനങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നല്ല വിശ്വാസത്തോടൊപ്പം നല്ല പ്രവർത്തനങ്ങളായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈമാനും ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സൽഗുണമാണ് നല്ല വാക്കുകൾ വിശ്വാസിക്കൊണ്ടാണ്. ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ മറ്റൊരാളുടെ മനസ്സൊരിക്കലും വേദനിക്കരുത്. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയുകയാണെങ്കിൽ നല്ലത് മാത്രം പറയാം, നല്ലതൊന്നും പറയാനില്ല എങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഉത്തമമെന്ന്. മനക്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ, അപ്പോൾ അവൻ പറയട്ടെ, ഖൈറ, നല്ലത് പറയട്ടെ. അവൽ യസ്മുത്, നല്ലതൊന്നും പറയാനില്ല എങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. നല്ലൊരു വാക്കിനെ ഖുർആൻ ഉപമിക്കുന്നത് വളരെ അത്ഭുതമാണ്. അള്ളാഹു പറയുന്നു, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ. നല്ലൊരു വചനത്തെ അള്ളാഹു ഉപമ ആക്കിയിരിക്കുന്നത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? കശജറത്തിൻ ത്വയ്യിബ, നല്ലൊരു മരത്തിനെ കൊണ്ടാണ് ഉപമിച്ചത്. എന്നിട്ട് ആ മരത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, അസ്ലുഹ സാബിത്തിൻ, അതിൻ്റെ മുരട് ഉറച്ചതും, വഫറുഹ ഫിസ്സമാ, അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. തുർത്തി, അത് നൽകിക്കൊണ്ടിരിക്കും. ഉക്കലുഹ, അതിൻ്റെ കനി കുല്ലഹീൻ, എല്ലാ കാലത്തും ബിഇദ്നി റബ്ബിഹ, അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം. എന്താണ് ആ മരത്തിൻ്റെ പ്രത്യേകത? നല്ല അടിവേരുറപ്പുള്ള മരമാണ് മരം. കാറ്റിലാടാത്ത ഉലയാത്ത മരമാണ് മരം. ഏത് കാലാവസ്ഥയിലും അതിൻ്റെ ഫലം ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നല്ല വാക്കിൻ്റെ ഫലം ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുമെന്ന് സഹോദരങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ധാരാളം സഹാബത്ത് ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ട സന്ദർഭത്തിൽ പണമില്ലാത്ത സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നല്ല വാക്ക് പറയുക, നല്ല വാക്ക് സദഖയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ നിങ്ങൾ നല്ല വാക്ക് പറയുക, നല്ല വാക്ക് സദഖയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. നീണ്ട 10 കൊല്ലത്തോളം അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന് സേവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് പ്രവാചകനിൽ നിന്ന് എന്ന വാക്ക് പോലും അനസ് റളിയല്ലാഹു അൻഹുവിന് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കി നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങളായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈമാനും ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടായിരിക്കണം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട നല്ലൊരു ഗുണമാണ് നല്ല വാക്കുകൾ വിശ്വാസിക്കൊണ്ടാണ്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇനി
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സൽഗുണമാണ് നല്ല ചിന്ത. നമ്മൾ നല്ലത് മാത്രമാണ് ചിന്തിക്കുന്നത് എങ്കിൽ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും മറ്റൊരാളെക്കുറിച്ച് തെറ്റായ ഒന്നും തന്നെ എന്നോട് പറഞ്ഞു തരരുത്. കാരണം എല്ലാവരെയും ഒരു നല്ല മുഖത്തോടു കൂടി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ജീവിതത്തിൽ മുഴുവനും നല്ല വിശ്വാസവും നല്ല പ്രവർത്തനങ്ങളും നല്ല വാക്കുകളും നല്ല ചിന്തകളുമായി കഴിഞ്ഞവരാണ് പ്രവാചകന്മാർ എല്ലാവരും. അവരെല്ലാവരും അള്ളാഹുവിനോട് തേടിയത് അവരെപ്പോലെ നല്ലതിൽ കഴിയുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. സാധനങ്ങൾ നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പല റിസൾട്ടുകളും വരുമ്പോൾ SLCയുടെയും +2ൻ്റെയും ഒക്കെ റിസൾട്ടുകളൊക്കെ വന്നു. പല പരീക്ഷകളുടെയും റിസൾട്ട് വരുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ മകൻ അതല്ലെങ്കിൽ എൻ്റെ മകളെ IAS-കാരനാക്കണം, IPS-കാരനാക്കണം, ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, അധ്യാപകനാക്കണം. അങ്ങനെ ഭൗതികതയ്ക്ക് വേണ്ടി പലതിനും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിനൊന്നും പ്രാധാന്യം നൽകേണ്ട എന്നല്ല പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടത് എൻ്റെ മകനെ അതല്ലെങ്കിൽ എൻ്റെ മകളെ നാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മതം സംരക്ഷിക്കുന്ന, മതം പ്രബോധനം ചെയ്യുന്ന, നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന സന്താനമാക്കണമേ ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടത്. പ്രവാചകന്മാർ എല്ലാവരും അള്ളാഹുവിനോട് അതാണ് തേടിയത്. അവരെപ്പോലെ നല്ലതിൽ കഴിയുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഭൗതിക സുഖങ്ങളും ഭൗതിക സമ്പത്തും സംരക്ഷിക്കുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല പ്രവാചകന്മാർ അള്ളാഹുവിനോട് തേടിയത്. എങ്ങനെ മതം സംരക്ഷിക്കുന്ന, മതം പ്രബോധനം ചെയ്യുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, കാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ, എൻ്റെ രക്ഷിതാവേ നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് നല്ലൊരു സന്താനത്തെ തരണമേ. ഇന്നക സമീഉ ദുആ, തീർച്ചയായും നീയാണല്ലോ പ്രാർത്ഥന കേൾക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, ഈ പല വിദ്യാലയങ്ങളും തുറന്നൊരു സന്ദർഭമാണ്. അപ്പോൾ ഇത്തരം ഈ സന്ദർഭങ്ങളിൽ നമ്മൾ മതം പഠിക്കുവാനുള്ളൊരു അവസരം കൂടി നമ്മുടെ മക്കൾക്ക് നൽകണം. എങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം അധികം ആളുകൾക്കും ഉണ്ടാകും. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് അറിവ് ലഭിക്കുമ്പോൾ അതോടൊപ്പം ഉണ്ടാവുക മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഖുർആൻ അതുകൊണ്ട് നമ്മൾ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ത്വയ്യിബ് സ്വീകരിക്കുക. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, കുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്. നബിയെ പറയുക, നല്ലതും ചീത്തയും സമമാകുകയില്ല. ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മയുടെയും തിന്മയുടെയും ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ തിന്മയുടെ ഭാഗത്തായിരിക്കാം ആളുകൾ കൂടുതലും. തിന്മയുടെ ഭാഗത്ത് ആളുകൾ എത്ര കൂടുതലുണ്ടെങ്കിലും തിന്മയായിക്കൊണ്ട് തന്നെ തുടരും. നന്മയുടെ ഭാഗത്ത് ആളുകൾ എത്ര കുറവാണെങ്കിലും നന്മയായിക്കൊണ്ട് തന്നെ തുടരും. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് അല്ലാഹു പറഞ്ഞത്? വലോ വഅജബ കസ്റത്തുൽ ഖബീസി, ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരെ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, യത്തലിഉല്ലാൻ അഹദും മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോൾ ഇവിടേക്ക് സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരുമെന്ന്. അപ്പോൾ സഹാബത്ത് നോക്കി നിൽക്കുകയാണ്, ആരാണ് കയറി വരുന്നത് എന്ന്. അപ്പോൾ കയറി വരുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ പ്രവാചകനും സഹാബത്തും പിരിഞ്ഞിട്ട് സഹാബത്ത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചകൻ പറയുവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും എങ്ങനെയുള്ളതാക്കണം? നന്മ നിറഞ്ഞതാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഹലാലാണോ ഹറാമാണോ നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതുമെന്ന്. ഹറാമായാൽ നമ്മൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല. അള്ളാഹു പറയുന്നു, യാ യുഹന്നാസ്, ജനങ്ങളെന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, കുലു, നിങ്ങൾ തിന്നുക, മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുവദനീയമായതും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞത്. അപ്പോൾ സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കി നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങളായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈമാനും ഇഖ്ലാസും ഇത്തിബാവും ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഉണ്ടായിരിക്കേണ്ട രണ്ട് നല്ല സൽഗുണങ്ങളാണ് നല്ല വാക്കുകളും നല്ല ചിന്തയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് നമുക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലുമായിരിക്കും നമ്മൾ ഈ ദുനിയാവിനോട് വേർപിരിഞ്ഞു പോവുക എന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല.
അപ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. എന്നാൽ നമുക്ക് നമ്മുടെ ഹൃദയം ഈമാനുള്ള ഹൃദയമാക്കി മാറ്റുവാൻ സാധിക്കും. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവും. ഒരു ഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗം നരകത്തിലേക്കും പോകുന്ന സന്ദർഭത്തിൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരും കഷ്ടപ്പെടുന്നവരുമുണ്ട്. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നാദാനെ അകറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, ആദർശ ബന്ധുക്കൾ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.